പ്രാപ്തരാക്കിയതായി ദൈവത്തെ സ്തുതിക്കുന്നു. परमेश्वर ने सामर्थ दिया कि एक और बार आप सबके सम्मुख वचन के साथ मनादी करने के लिए सामर्थ दिया। എല്ലാ പ്രിയപ്പെട്ട കർത്താവ് യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. हमारे सारे प्रियजनों को हम मसीह सलाम कहते हैं। കർത്താവ് നൽകിയ ഒരു ചിന്തയുമായി ദൈവമുമ്പാകെ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നു. परमेश्वर ने जो छोटा सा वचन हमें दिया है हम आपके सामने रखना चाहेंगे। നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. हम बहुत ही प्रार्थना पूर्वक आज की संगति में बैठे रहेंगे। കർത്താവ് നമ്മൾ കൃത്യമായി സംസാരിക്കട്ടെ. परमेश्वर हमसे बात करने पाए। മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു. मत्ती रचित सुसमाचार के 27वें अध्याय में ऐसा लिखा। 27-ാം അധ്യായം ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 27 27वां अध्याय मत्ती रचित सुसमाचार का 4-ാമത്തെ വാക്യത്തിൽ അതിന്റെ 3-4 വാക്യം കുറിവാക്യമായി വായിക്കട്ടെ. हम तीसरा और चौथा पद उसका पढ़ेंगे। അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്ന്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്കെന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. ऐसा लिखा है, जब उसके पकड़वाने वाले यहूदा ने देखा कि वह दोषी ठहराया गया है तो वह पछताया और वे 30 चांदी के सिक्के प्रधान याजकों और पुरनियों के पास फेर लाया और कहा, मैंने निर्दोष को घात के लिए पकड़वा कर पाप किया है। उन्होंने कहा, हमें क्या, तू ही जान। 4-ാം വാക്യം ഒന്നുകൂടി ഞാൻ വായിക്കുന്നു. 4-ാമത്തെ വാക്യം, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. चौथे पद में ऐसा लिखा हुआ है, फिर से पढ़ेंगे कि मैंने निर्दोष को घात के लिए पकड़वा कर पाप किया है। നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ് ഈ മത്തായി 24-ാം അധ്യായവും 27-ാം അധ്യായവും അവസാന വാക്യങ്ങളുമെല്ലാം. हमें बहुत ही एक सुपरिचित एक पद है, एक अध्याय है ये मत्ती रचित सुसमाचार का 27वां अध्याय। എത്രയോ പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത ഭാഗമാണ്. നമുക്കറിയാം, യൂദ ഇസ്കരിയോത്താവിന്റെ അവസാന ദിനങ്ങൾ തന്റെ കർത്താവിനെ ഒറ്റുകൊടുത്തും ശേഷമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. हम जानते हैं बहुत अच्छे से कि कैसे यहूदा इस्करियोती ने अपने जीवन के आखिरी समय में परमेश्वर यीशु मसीह को धोखा दिया था। നാം ഇവിടെ वाയിക്കുന്നു, യൂദയ്ക്ക് മനസ്സിലായി യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചെന്ന്. तो यहाँ पे ऐसा एक समय आ गया जहाँ पे यहूदा इस्करियोती को उसको एहसास हो गया कि उसने गलत किया है। തനിക്കുണ്ടായ പശ്ചാത്താപമാണ് നാം ഈ ഭാഗത്ത് ചിന്തിക്കുന്ന വിഷയം. इस पदों में हमने उसके पश्चाताप को देखा है। വായിക്കുന്നു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. वो ऐसा कहता है कि जो निर्दोष था मैंने उसको पकड़वा कर घात किया है। നാം വായിക്കുന്നു, താൻ പാപം ചെയ്തു എന്ന ബോധം തനിക്കുണ്ടായി. तो उसको ऐसा बोध हुआ उस समय कि उसने पाप किया है। പക്ഷേ നമുക്കറിയാം, താൻ കർത്താവിന്റെ അടുക്കൽ വരാതെ പുരോഹിതന്മാരുടെ അടുക്കലാണ് താൻ കടന്നു ചെന്നത്. लेकिन वो उस समय यीशु मसीह के पास न जाकर के वो प्रधान याजकों के पास जाता है। പുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ താൻ കടന്നു എന്ന് വായിക്കുന്നു. वहाँ ऐसा लिखा हुआ है कि वो प्रधान याजकों और पुरनियों के पास गया। അവിടെ ചെന്ന് താൻ അവരോട് തന്റെ പാപത്തെ ഏറ്റു പറയുന്ന ചിന്തയാണ് നാം വായിക്കുന്നത്. तो उनके सामने वो अपने पाप को उनके सामने रखता है। ഞാൻ പാപം ചെയ്തു എന്ന് താൻ സമ്മതിക്കുന്നു. वो उन सबके सामने मान लेता है कि मैंने पाप किया है। പക്ഷേ തനിക്ക് പാപത്തിന് പരിഹാരം ഉണ്ടാകുവാനുള്ള മാർഗം കാണിച്ചു കൊടുക്കാത്ത ഒരു കൂട്ടം ആളുടെ അടുക്കലാണ് താൻ നിന്നിരുന്നത്. लेकिन वो ऐसे लोगों के सामने खड़ा था, ऐसे समूह के सामने खड़ा था जो कि इस पाप के बाद, पश्चाताप के बाद जो कार्य करने हैं वो नहीं बताया सकते। നമുക്കറിയാം, കർത്താവിന് കൂടെ 3.5 വർഷക്കാലം നടന്ന യൂദാ ഇസ്കരിയോത്ത, हम जानते हैं यीशु मसीह के साथ यहूदा इस्करियोती 3.5 वर्ष था। എന്നാൽ ഇപ്പോൾ താൻ ആയിരിക്കുന്നത് ഒരു കർത്താവിന്റെ സാന്നിധ്യമില്ലാത്ത ഉപസ്ഥിതി, താൻ ആ സ്ഥിതിയിലായിരിക്കുന്നു. लेकिन वो एक ऐसे समय पे आ चुका है जहाँ पे यीशु मसीह की उपस्थिति नहीं है। വളരെ പ്രാർത്ഥനയോടെ ഈ ഭാഗം ചിന്തിച്ചാൽ ഒരുപക്ഷെ നമുക്കറിയാം, വളരെ ദുഃഖം തോന്നുന്ന ഒരു ചിന്തയാണ് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. लेकिन जब हम ये पदों पढ़ते हैं तो हमारे दिलों में एक दुख और खेद होता है। നമുക്കറിയാം, ഒരു വലിയ ആത്മീക അനുഭവത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ജീവിച്ചിരുന്ന യൂദ ഇപ്പോൾ തീർത്തും വ്യത്യസ്തമായ ഒരു കൂട്ടുകെട്ടിൽ താൻ അകപ്പെട്ടിരിക്കുക. जो 3.5 वर्ष पिछले जो यहूदा इस्करियोती जो सामर्थ्य रूप से यीशु मसीह के साथ चल रहा था, वो आज एक समय एक अभागा हो गया है। തന്റെ ജീവിതത്തിൽ ഏറ്റവും
അപകടം നിറഞ്ഞ ഒരു വഴിയിലേക്ക് താൻ മാറ്റപ്പെട്ടു. वो एक ऐसे रास्ते पे आ चुका है जहाँ पे बहुत ही बड़ी बड़ी दुर्घटना उसके साथ हो चुकी है। താഴെ വായിക്കുമ്പോൾ നമുക്കറിയാം താൻ കെട്ടി ഞാൻ ചത്തു എന്നതിന്റെ 5-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. उसके 5वें पद में अगले पद में लिखा हुआ है कि वो अपने आप को जाके फांसी लगा लिया। ശ്രദ്ധിക്കണമേ, ഇവിടെ പരിശുദ്ധാത്മാവിനെ ചിന്തിപ്പിച്ച ഒരു ചിന്ത നാം ഒരുമിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം വലിയൊരു ആത്മീക സാന്നിധ്യം അനുഭവിപ്പാൻ വേണ്ടി കർത്താവ് വിളിച്ച ശിഷ്യന്മാരാണ് കർത്താവിന്റെ എല്ലാ ശിഷ്യന്മാരും. हम जानते हैं कि यीशु मसीह के चेले जो थे उनको यीशु मसीह ने इसलिए चुनाया था, इसलिए बुलाया था ताकि वो सुसमाचार को आगे बांट सके। അവർ ഒരുമിച്ച് പാർത്ത് ഒരുമിച്ചൊരു വലിയ ആത്മീക സംഗതി, ഒരു ആത്മീയ കൂട്ടായ്മയിൽ മുമ്പോട്ട് പോകുവാനായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. यीशु मसीह की इच्छा थी, यीशु मसीह की बुलाहट थी कि वे सब मिल करके आगे बढ़ते जाएं। അവൻ ഒരുവന്റെ ബലഹീനതയെ കണ്ട് അവയെ മനസ്സിലാക്കി തനിക്ക് മുമ്പോട്ട് വരുവാനുള്ള മാർഗമൊരുക്കി തന്നെ ഉയർത്തിയ ചരിത്രമായിരുന്നു ഇന്ന് വരെയും യൂദ അനുഭവിച്ചത്. यहूदा ने आज तक इस समय तक उसने ऐसा एक अनुभव उसने किया था कि लोग उसके साथ खड़े थे, उसके एक दूसरे की समस्याओं को समझ रहे थे। കർത്താവ് ശിഷ്യന്മാരെ പണിത് രംഗം നമുക്കറിയാം. അവൻ അവരുടെ വീഴ്ചകളെ മനസ്സിലാക്കി അവയെ ബോധം വരുത്തി ആ വീഴ്ച വന്നപ്പോഴും അവരെ സ്നേഹത്തോടെയും ശാസിച്ചും തിരിച്ചു കൊണ്ടുവന്ന് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആത്മീക ഒരുക്കം നടക്കുന്ന കൂട്ടായ്മയിലായിരുന്നു യൂദ ഇന്ന് വരെ പാർത്തിരുന്നത്. पिछले 3.5 साल यीशु मसीह ने अपने चेलों को, अपने शिष्यों को बनाने की और दिन भर दिन की गलतियों को समझाने की और सिखाने की कोशिश करता रहा था। എന്നാൽ ഇപ്പോൾ യൂദ വ്യത്യസ്തമായ ഒരു കൂട്ടായ്മയിലേക്ക് താൻ കടന്നു പോകുന്നു. लेकिन यहूदा एक ऐसा समय आ गया है कि वो दूसरे संगति में चला गया। ആമേ തന്നെ കറക്റ്റ് ചെയ്യുവാൻ കഴിയാത്ത ഒരു കൂട്ടം ആത്മീക അന്ധന്മാരുടെ നടുവിൽ താനായിരിക്കുന്നു. उसे सही करने के लिए एक ऐसे लोगों के साथ खड़ा है जो कि आत्मिक रूप से अंधे हैं। താൻ വീഴ്ച വരുത്തിയെന്ന് ബോധ്യമുണ്ടായപ്പോൾ തന്നെ ആമേ തിരുത്തുവാൻ അവരുടെ കയ്യിൽ ഒന്നുമില്ലാതെ കരങ്ങൾ ശൂന്യമായിരുന്ന ഒരു കൂട്ടം ആളുകൾ നടുവിൽ ഇപ്പോൾ ആമേ താൻ ബന്ധനസ്ഥനായി നിൽക്കുന്ന യൂദയാണ് ഈ ഭാഗത്ത് കാണുന്നത്. जब यहूदा को एहसास हुआ कि उसने पाप किया है तो उसको सही करने का सामर्थ्य ना रखने वाले समूह के साथ वो संगति कर रहा था। പശ്ചാത്താപത്തോടെ മടങ്ങി വന്ന് തന്നെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ കഴിവില്ലാത്തവരായിരുന്ന ഒരു കൂട്ടം ആത്മീക നേതാക്കന്മാർ, അന്ധരായിരുന്ന ആത്മീയ നേതാക്കന്മാർ पश्चाताप करने के बाद उसको मसीह में संगति में वापस कैसे लाए, ऐसा सामर्थ्य ना रखने वालों के साथ वो उस दिन खड़ा हुआ था। ആമേത്തിന്റെ പശ്ചാത്താപത്തെ മാനസാന്തരതയ്ക്ക് നയിച്ച് തന്നെ അവ വീണ്ടും സ്ഥിരപ്പെടുത്തുവാൻ കഴിയാതിരുന്ന ഒരു ആത്മീയ കൂട്ടം, उस पश्चाताप को मन फिराव की ओर लाने का सामर्थ्य ना रखने वाले एक समूह था, वो याजकों का समूह। പുരോഹിതന്മാരുടെ കൂട്ടം, അതുപോലെ നമുക്കറിയാം ആ നാളുകളിൽ ആത്മീക നേതാക്കന്മാർ എന്ന് പറഞ്ഞിരുന്ന ഒരു വലിയ കൂട്ടം അഭക്തരായ ഒരു വലിയ പുരുഷാരം അല്ലെങ്കിൽ ഒരു വലിയ ഗ്രൂപ്പിന്റെ നടുവിൽ താനിപ്പോൾ ആയിരിക്കുന്നു. एक अंध भक्तों के समूह के सामने वो खड़ा था, एक साथ में खड़ा था, जिनमें पुरनी और शास्त्री और बड़े आत्मिक नेता आते थे। നമുക്കറിയാം ഇന്ന് രാവിലെ നാം വളരെ പ്രാർത്ഥനയോടെ ഭാഗം ചിന്തിക്കുമ്പോൾ നാം നമ്മുടെ സംഗതി, നമ്മുടെ കൂട്ടായ്മ, നാം കൂട്ടുകൂടുന്ന ആളുകളുടെ ആത്മീക ഉയർച്ചയെ കുറിച്ച് നാം ബോധ്യമുള്ളവരായിരിക്കണം. लेकिन इस पदों में पढ़ने के बाद हमें ये एहसास होना चाहिए कि हमारी संगति, हमारा समूह कैसे लोगों के साथ होता है। നമ്മുടെ ആത്മീക നേതാക്കന്മാരുടെ ആത്മീക രീതിയിലായിരിക്കും താഴെയുള്ള നമ്മുടെ എല്ലാവരുടെയും ആത്മീക വളർച്ച. आत्मिक नेता जो हमारे आत्मिक पिता है, उनकी जो सामर्थ्य, उनकी जो बढ़ाने की एक जो सामर्थ्य होगी, उसी पे निर्भर करता है उनके चेलों की, हमारे लोग की आत्मिक संगति। വളരെ ആത്മീക ദർശനം, വെളിപ്പാടും കാഴ്ചപ്പാടും ആത്മീക നിറമെല്ലാമുള്ള അഭിഷിക്തന്മാരുടെ പിൻനിരയിൽ നിൽക്കുന്ന ദൈവദാസന്മാർ, ദൈവസഭ और ആത്മാവിൽ വളർന്നുകൊണ്ടേയിരിക്കും. जिन आत्मिक पिताओं की जो दर्शन मिला है, जिनको बुलाहट परमेश्वर को उनको एहसास हुआ है, उनके सारे चेले, उनके सारे अधिवक्ता, उनके सारे नेता, उनके साथी सब आत्मा में बढ़ते जाएंगे। എന്നാൽ ആത്മീയ കാഴ്ചപ്പാടില്ലാത്ത ആളുകൾ അന്ധതയിൽ തകർന്നു പോകും. लेकिन जिनको आत्मिक दर्शन नहीं मिला है, जिनको परमेश्वर की बुलाहट के बारे में कोई बोध नहीं है, वो सब घटते ही जाएंगे। എത്ര പേർ ഇന്ന് രാവിലെ വളരെ ശ്രദ്ധയോടെ സന്ദേശം ശ്രവിക്കുന്നു? कितने लोग इन बातों को ध्यान सुन रहे हैं? ശ്രദ്ധിക്കണമേ. നമുക്കറിയാം പശ്ചാത്തപിച്ച് തന്റെ ഉള്ളിൽ താൻ പാപം ചെയ്തു കുറ്റമില്ലാത്ത രക്തത്തെ താൻ ഒറ്റിക്കൊടുത്തു എന്ന് തന്റെ ഉള്ളിൽ ബോധമുണ്ടായിരുന്നിട്ടും തനിക്കുണ്ടായിരുന്ന ബോധ്യം തന്നെ ഒരു ജീവനുള്ള അനുഭവത്തേക്ക് കൊണ്ടുവരാൻ കഴിയാതെ ഞങ്ങൾക്കെന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞ് ആ കുറ്റത്തെ അവന്റെ മേൽ ചുമത്തി നീ കുറ്റവാളി എന്ന് വിധിക്കുന്ന വിധികർത്താക്കളായി നിൽക്കുന്ന ആത്മീയ നേതാക്കന്മാരായിരുന്നു
യൂദായുടെ ചുറ്റും നിന്നിരുന്നത്. यहूदा को उस समय एहसास हो चुका था कि उसने पाप किया है। उसको ये बोध होने के बावजूद कि उसने गलत किया है, उसने पाप किया है, उसको सही ना कर कर मन फिराव की ओर ना लाकर तुम हमें क्या, तुम ही जानो, ये कहकर उस पे ही बोझ डालने वाले एक समूह थे, पुरनियों के समूह। ആമെ തന്നെ നേരെ കൊണ്ടുവന്ന് തന്റെ പശ്ചാത്താപത്തെ ജീവനിലേക്ക് നടത്തുവാൻ കഴിയാതിരുന്ന ഒരു ആത്മീക അന്ധന്മാർ യൂദ എന്നേക്കുമുള്ള നിത്യനരകത്തിലേക്ക് തള്ളിക്കളയുകയായിരുന്നു. उसके पाप को पहचान करके उसको जीवन की ओर ना ला सके हुए एक समूह था, पुरनियों का समूह। രാവിലെ സന്ദേശം വയ്ക്കുമ്പോൾ ഓർക്കേണ്ട ചിന്ത ഇതാണ്, നമുക്കുണ്ടായിരിക്കേണ്ട ആത്മീക കൂട്ടായ്മയുടെ ഇമ്പോർട്ടൻസ്, അതിന്റെ महत्व नाम रावले മനസ്സിലാക്കണം. हमारे संगति, हमारा समूह किन लोगों के साथ होता है, वो हमारे जीवन में, हमारी आत्मिक जीवन में बहुत ही महत्व रखता है. നമ്മുടെ ആത്മീക നേതാക്കന്മാരുടെ ആത്മീക അഗുവോക, നമ്മുടെ ആത്മീക മുമ്പിൽ നടക്കുന്ന ആത്മീകരായ അഭിഷിക്തന്മാരുടെ ആത്മീക വളർച്ചയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കണം. हम अपने आत्मिक पिताओं की आत्मिक बढ़ोतरी के लिए प्रार्थना करना चाहिए. നിശ്ചയമായും യൂദ തകർന്നു പോകുവാൻ കാരണം തന്നെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ കഴിവില്ലാത്തവരെ ആത്മീക മനുഷ്യർ, ആത്മീകരെ നടിക്കുന്ന ആളുകൾ നടുവിലായിരുന്നു താൻ കൂട്ടായ്മയിലായിരുന്നത്. अब हम समझ सकते हैं कि यहूदा इसकरियोती की गिरावट के पीछे एक बहुत ही बड़ा कारण था कि उसको मन फिराव से वापस ना ला करके जीवन में ना ला सके एक समूह था, पुरनियों का समूह. പിശാചിന്റെ കരത്തിൽ നിന്ന് നിത്യ മരണത്തിൽ നിന്ന് തന്നെ വിടുവിപ്പാൻ കഴിവുള്ള ഒരു കൂട്ടർ അന്നുണ്ടായിരുന്നെങ്കിൽ യൂദായുടെ ജീവിതത്തിലെ ഈ വലിയ ദുരന്തമായ മരണം സംഭവിക്കില്ലായിരുന്നു. अगर उसकी संगति ऐसे लोगों के साथ होती जो कि उसको मन फिराव में लाकर जीवन में वापस ला सकते थे, तो ये दुर्घटना उसके जीवन में बहुत ही एक लाभदायक होती. കൂടെ നിന്നിരുന്ന തന്റെ കൂടെ നിന്നവരുടെ ആത്മീക ഉയർച്ചയെ മനസ്സിലാക്കുവാൻ കഴിയാതെ അന്ധന്മാരാണെന്നുള്ള ബോധമില്ലാതെ കേവലം ചില ഭൗതിക നന്മകളുടെ ഉയർച്ചയെ നോക്കി ഓടിയ യൂദയാണ് പുതിയ നിയമത്തിന്റെ ആദ്യത്തെ ദിനങ്ങളിൽ തകർന്നു പോയ മനുഷ്യനായി നാം കാണുന്നത്. आत्मिक नजरों से नहीं बल्कि भौतिक नजरों से उसने अपनी संगति को बनाया, अपने समूह को उस तरह बनाया उसने कि उसने आत्मिकता को कभी निर्भर नहीं किया. इसी कारण से वो नए नियम के शुरुआती दिनों में उसकी गिरावट का कारण बना. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കേണ്ട വിഷയമാണ് ദിനങ്ങളിൽ. ദൈവമേ, നമ്മുടെ ആത്മീയ കൂട്ടായ്മകൾ ദർശനം പ്രാപിച്ചവരുടെ സഭയായി മാറട്ടെ. हमारी प्रार्थनाओं का विषय होना चाहिए, प्रभु हमारे संगति के सारे लोग, हमारे समूह दर्शन पाने वाले होने चाहिए. ഉടഞ്ഞവരെയും തകർന്നവരെയും പണിയുന്ന കൂട്ടരായി ആത്മീയ നേതാക്കന്മാർ മാറ്റപ്പെടണം. जो टूटे हुए हैं, जो बिखरे हुए, उनको जोड़कर बनाने वाला एक समूह होना चाहिए, आत्मिक समूह. നമ്മുടെ അടുക്കൽ വരുന്ന തകർന്നവരെ പണിയുവാനുള്ള ആത്മീക നിറവും അഭിഷേകവും ദൈവശക്തിയും കഴിവും നാം പ്രാപിക്കണം. हमें वो सामर्थ्य वो प्राप्त करनी ही चाहिए, जब ताकि हमारे साथ वाले जो आत्मिक टूटे हुए हैं उनको हम बना सके. നമ്മളെ സഹായിക്കട്ടെ ദൈവത്തിന്റെ ഈ ദിനങ്ങളിൽ. परमेश्वर हमें सहायता से भरने पाए. നാം നിങ്ങളുടെ കൂട്ടായ്മയെ കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാകണം. हम जिस समूह में बैठते हैं उन समूह की आत्मिकता को हम परखें. ദൈവം എന്നെ പണിയുവാൻ വേണ്ടി വിളിച്ചവനും വിളിച്ചവളുമാണെന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കട്ടെ. हमें इन बातों का बोध होना चाहिए कि परमेश्वर ने हमें आत्मिकता में बढ़ाने के लिए बुलाया है. തകർന്നവരെ ക്രൂശിന്റെ അരികിലേക്ക് കൊണ്ടുവരുവാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. हम जो टूटे हुए, जो बिखरे हुए, उनको क्रूस की ओर लाने का सामर्थ्य हमें हमारे अंदर होना चाहिए. ഇവിടെ യൂദായുടെ പശ്ചാത്താപത്തെ കർത്താവിലേക്ക് മടക്കി വരുത്തുവാൻ കഴിയാതെ നിൽക്കുന്ന ഒരു കൂട്ടം ആത്മീക അന്ധന്മാരെയാണ് നാം കാണുന്നത്. यहूदा इसकरियोती के पाप को, उसके पश्चाताप को, मन फिराव के और यीशु मसीह की ओर ना ला सके हुए एक समूह को हम यहाँ देख रहे हैं. നാം നിൽക്കുന്ന കൂട്ടായ്മ, നാം ആരുമായി ഇടപെടുന്നു, ആരുമായി സഹകരിക്കുന്നു, എപ്രകാരമുള്ള വ്യക്തികളുമായി നാം ആത്മീയ കൂട്ടായ്മ പങ്കിടുന്നത് വളരെ പ്രാധാന്യമേറിയ കാര്യമാണ്. ये हमारे जीवन में बहुत ही प्राथमिकता वाली बात है कि हम किनके साथ आत्मिक संगति में बैठते, उठते, चलते हैं. ആത്മിക വിഷയങ്ങളിൽ ശുഷ്കാന്തിയില്ലാതെ ജഡീകരായി ലോക നന്മകളെ ആഗ്രഹിക്കുന്ന നേതാക്കളുമായി അല്ലെങ്കിൽ അപ്രകാരമുള്ള ഗ്രൂപ്പുമായി കൂടിച്ചേർന്നാൽ നാമും അവരെ പോലെയാകും. अगर अब हम अपनी आत्मिक संगतियों में भौतिक चीजों को लाते हैं और उनको देखकर अपनी संगतियों को बनाते हैं, तो हमारे जीवन में बहुत ही गिरावट का कारण बन सकता ഇന്ന് है. രാവിലെ നാം കൂട്ടായ്മയെ കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് ബോധപ്പെടുത്തുന്നു. हम
हमें परमेश्वर का आत्मा आज के दिन हमें हमें कहता है कि अपने संगतियों को अपने समूह को बनाने से पहले हमें परखना चाहिए। എപ്രകാരമുള്ള ആളുകളുമായി നാം ആത്മിക ബന്ധം പുലർത്തുന്നു എന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കട്ടെ ഇന്ന് രാവിലെ. हम इन बातों का बोध जरूर से होना चाहिए कि हम किन के साथ अपनी दोस्ती और अपने समूह अपनी संगति को बना रहे हैं। വേദപുസ്തകത്തിന്റെ ആത്മിക സത്യങ്ങളുമായി കൂടെ നിൽക്കുന്ന ആളുകൾ, അഭിഷേകത്തിനും ദൈവകൃപയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികൾ, അവയെ പരിശുദ്ധാത്മാവിന്റെ ദർശനത്തിനും ആത്മനിറവിനും അതേ മുൻസ്ഥാനം കൊടുക്കുന്ന കൂട്ടായ്മയുമായി നാം ചേർന്ന് നിൽക്കണം. हमें ऐसे लोगों के साथ समूह और संगति रखनी चाहिए जो कि जिनको आत्मिकता के बारे में प्राथमिकता है और जिनको परमेश्वर के वचनों के बारे में बहुमूल्य उसके महत्व को जानते हैं। वो ऐसे लोगों के साथ हमें उठना बैठना चाहिए। നാം വായിക്കുന്നു സദൃശ്യവാക്യം 13-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കാം. हम एक वचन पढ़ेंगे नीति वचन की पुस्तक उसके 13वें अध्याय का 20वां वचन। നീതിവചൻ അതെ സദൃശ്യവാക്യം 13-ാം അധ്യായം 20-ാമത്തെ വാക്യം. नीति वचन की पुस्तक उसके 13वें अध्याय का 20वां वचन। വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നു, ജ്ഞാനികളോടുകൂടെ നടക്കുക, നീ ജ്ഞാനം പ്രാപിക്കും, ഭോഷന്മാരുടെ കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. ऐसा लिखा हुआ है, बुद्धिमानों की संगति कर तब तू बुद्धिमान हो जाएगा, परंतु मूर्खों का साथी नष्ट हो जाएगा। മൂർഖോ കാ സാഥി, ഭോഷന്മാരുടെ കൂടെ നടക്കുന്നവൻ അവൻ വ്യസനിക്കേണ്ടി വരും. ऐसा लिखा हुआ, मूर्खों का साथी नष्ट हो जाएगा। നീ ജ്ഞാനിയെ കൂട്ടാളിയായി തിരഞ്ഞെടുത്താൽ നീയും ജ്ഞാനിയായി മാറും. अगर तुमने ज्ञानी को अपना साथी बनाया है तो तुम भी ज्ञानी बन जाओगे। ദർശനമുള്ളവന്റെ കൂടെ നടന്നാൽ നീയും ദർശനം പ്രാപിക്കും. अगर आपने दर्शन पाने वाले के साथ साथ अपने साथी बनाया है तो आप भी दर्शन पाने वाले बनेंगे। വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിലകൊള്ളുന്നവരുടെ കൂടെ നീ കൂട്ടായ്മ ആചരിച്ചാൽ നീയും വിശുദ്ധനായി മാറും. अगर आप एक बुद्धिमान के साथ, अगर आप विश्वासी के साथ अगर आप संगति बनाते हैं तो आप भी एक विश्वास मजबूत बनेंगे। ഭൗതിക നന്മകൾ മാത്രം ആശ്രയിച്ച് ജഡികന്മാരായി കഴിയുന്നവരുടെ കൂടെ നടന്നാൽ നീയും അതുപോലെയായി മാറും. अगर आप भौतिक चीजों के साथ देखने वाले लोगों के साथ आप संगति रखते हैं तो आप भी भौतिक नजरों से दुनिया को देखेंगे। കൊരിന്ത്യലേഖനം 5-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, बुरी संगति अच्छे चरित्र को बिगाड़ देते हैं. कुरिन्थियों की पुस्तक में ऐसा लिखा 15 अध्याय में कि बुरी संगति एक इंसान को बिगाड़ देती है। അപ്പോൾ നമ്മുടെ ഉള്ളിലെ നാം കൂട്ടുകൂടുന്ന നാം കൂട്ടായ്മയ്ക്ക് വേണ്ടി ദൈവം നമുക്ക് ഒരുക്കിയ ആ കൂട്ടായ്മയിലെ ആളുകളുടെ ആത്മീയ സ്ഥിതിയെ കുറിച്ച് നാം ബോധമുള്ളവരായിരിക്കണം. तो हमें अपने साथियों का, अपने संगियों का, अपने संगति का हमें बोध होना चाहिए कि वो आत्मिकता में किस लेवल पर है। ഇവിടെ നാം വായിക്കുന്ന വിഷയം, പിശാച് തന്നെ ആക്രമിച്ചു തൻ പിശാചിന്റെ കരത്തിൽ അതെ അകപ്പെട്ട് അതെ മരണത്തിലേക്ക് നീങ്ങുമ്പോൾ തിരിച്ചു വരുവാൻ ലഭിച്ച അവസരത്തിന് തന്നെ ജീവങ്കിലേക്ക് നടത്തുവാൻ കഴിയാതിരുന്ന പുരോഹിതന്മാരുടെ ഗ്രൂപ്പിന് മുമ്പിൽ ഇപ്പോൾ യുവതിയായിരിക്കുകയാണ്. यहूदा एक ऐसे संगति के साथ वहां खड़ा है, ऐसे समूह के साथ में वो खड़ा है जो कि उसके पश्चाताप को यीशु मसीह के सामने ना ला सके। उनके पास अवसर होने के बावजूद वे उस कार्य को संभव नहीं कर सके। അവർക്ക് ലഭിച്ച അവസരം മുതലാക്കാൻ കഴിയാതിരുന്നുകൊണ്ട് തകർന്നു പോയ ഒരു വ്യക്തിയായി യൂദ മാറ്റപ്പെടുന്നു. उन्होंने अपने अवसर को बहुमूल्य ना समझा, इसलिए वही उस यहूदा का गिरावट का कारण बन गया। പത്രോസിന്റെ കൂടെ നടന്നവൻ, യാക്കോബിന്റെ കൂടെ കൂട്ടായ്മ ആചരിച്ചവൻ, യോഹന്നാന്റെ കൂടെ ഒരുമിച്ച് ആരാധിച്ച യൂദയാണ് ഇപ്പോൾ നമുക്കറിയാം ആത്മഹത്യ ചെയ്ത് ചരിത്രത്തിൽ ഒരു ദുരന്തമായി മാറ്റപ്പെട്ടത്. पतरस के साथ चलने वाला, यूहन्ना के साथ प्रार्थना करने वाला, याकूब के साथ भोजन करने वाला, यही यहूदा इस्करियोती आज गिरावट की दशा में पड़ा हुआ है। രാവിലെ എത്ര പേർ ഈ സന്ദേശത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നു? आज कितने लोग इन वचनों के गहराई को समझ सकते हैं? പ്രാർത്ഥിക്കണമേ ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആത്മീയരായി വളരട്ടെ, അവർക്ക് നല്ലൊരു ആത്മീയ കൂട്ടായ്മ ഉണ്ടാകട്ടെ. प्रार्थना का हमारा विषय होना चाहिए, प्रभु हमारे बच्चे, हमारे संतान, उनकी संगति, एक आत्मिक संगति होने के लिए। നമ്മുടെ സഹോദരങ്ങൾ ആത്മീയ കൂട്ടായ്മയിൽ നിരന്തരമായി സഹകരിച്ച് മുമ്പോട്ട് പോകട്ടെ. हमारे बंधु मित्रों की संगति जो है वो आत्मिकता में बढ़ती ही जाए। വിശ്വാസിക്ക് വരുന്ന പുതിയ വിശ്വാസികൾക്ക് ആത്മാവിൽ വളരുവാനുള്ള ആത്മീക അന്തരീക്ഷം ദൈവസഭകളിൽ ഉണ്ടാകട്ടെ. जो नए विश्वासी कलीसिया में जुड़ते हैं उन्हें एक ऐसा वातावरण मिले जो कि आत्मिकता में बढ़ता ही जाए। പുതിയ വിശ്വാസികൾക്ക് ആവശ്യമായ ആത്മീക പോഷണത്തിന് കൊടുക്കേണ്ട ആത്മീക വചനത്തിന്റെ ആത്മീക ആഹാരം ദൈവദാസന്മാർ പ്രാപിക്കുന്നവരായിരിക്കട്ടെ. जो नए विश्वासी कलीसिया में जुड़ते हैं उनको मिलने वाला मन
मन्ना परमेश्वर उनके दासों को, उनके कलीसिया के दासों को वो देने पाए। ആമേൻ. ഒരു യൂദ പോലും അതെ ഇതുപോലെ മരിച്ച് തകർന്നു പോകാൻ ഇടയാകാതെ വണ്ണം ആത്മീക ദർശനമുള്ള പുരോഹിതന്മാരായ ദൈവം നമ്മളെ മാറ്റപ്പെടുത്തട്ടെ. परमेश्वर हमें ऐसे सामर्थ्य दे ताकि हमारी कलीसिया में इस तरह के यहूदा स्पिरिटी कभी ना आने पाए। നാം ശ്രദ്ധിക്കുക, അവൻ 16-ാം അധ്യായത്തിൽ വരുമ്പോൾ ബുക്ക് ഓഫ് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ്, അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ വലിയ ചരിത്രം പറഞ്ഞ് വേഗത അവസാനിപ്പിക്കും. मैं एक प्रेरितों की पुस्तक उसके 16वें अध्याय में बहुत ही बड़ा इतिहास मैं कहकर बैठना चाहूंगा। എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണല്ലോ 16-ാം അധ്യായത്തിന്റെ ചരിത്രം. हम सबको एक परिचित एक चरित्र है कि प्रेरितों की पुस्तक उसके 16वें अध्याय का। ഫിലിപ്പിയിൽ നടന്നൊരു വലിയ ആത്മീക ശുശ്രൂഷയാണ് അതേ പൗലോസിന്റെയും ശീലാസിന്റെയും കാരാഗ്രഹ പ്രമാണിയെ രക്ഷപ്പെടുത്തുക എന്നുള്ള വലിയ ആത്മീക ശുശ്രൂഷ. हम जानते हैं फिलिप्पी में पौलुस और सीलास को बंदीगृह में बंद करके रखे हुए हैं। നമുക്കറിയാം അവിടെ ആ റോമൻ ജയിലർ നിലവിളി ഉണ്ട്. നമുക്കറിയാം രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം. उसने वहां जानते हैं कि हम जो सारी घटना घटने के बाद वो जेलर कहता है कि उद्धार पाने के लिए मैं क्या करूं। അവൻ അതെ വാളെടുത്ത് അതിന്മേൽ വീണ് മരിപ്പാൻ ശ്രമിച്ച ആ ജയിലറെയാണ്, ആ കാരാഗ്രഹ പ്രമാണിയാണ് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പൗലോസും ശീലാസും രക്ഷിച്ച് അല്ലെങ്കിൽ ദൈവസഭയുടെ ഭാഗമാക്കി മാറ്റിയത്. वो दरोगा, जेल का दरोगा ऐसा मनुष्य था जो तलवार से अपनी तलवार पर गिर के प्राण त्यागने वाला था, लेकिन वही इंसान को पौलुस के वचनों का विश्वास हुआ। റോമൻ അധികാരിയായിരുന്നിട്ടും അല്ല, തന്റെ ജീവിതത്തിൽ ഒരു ആത്മീയ കാഴ്ചപ്പാടും ഇല്ലാത്തവനായിരുന്നിട്ടും തന്റെ കൂട്ടായ്മയ്ക്ക് ലഭിച്ച പൗലോസും ശീലാസും അവർ തീർത്തും ആത്മീകരായിരുന്നു കൊണ്ട് താൻ ആത്മീകമായ ഒരു കൂട്ടായ്മയിൽ ആ നിമിഷമായിരുന്നു കൊണ്ടാണ് താൻ ദൈവസഭയുടെ ഭാഗമായി മാറിയത്. कभी दर्शन न पढ़ने वाला, कभी संगति में न आने वाला इस दरोगा को ये आत्मिक संगति का बोध होने के बाद उसके मन फिराव का, उसके जीवन में परिवर्तन का कारण बनने पाया। പൗലോസും ശീലാസും ആ മരിപ്പാൻ വേണ്ടി തുനിഞ്ഞ വ്യക്തിയെ ജീവനിലേക്ക് നയിച്ച ചരിത്രമാണ് നാം 16-ാം അധ്യായത്തിൽ വായിക്കുന്നത്. हम इस 16वें अध्याय के पदों में पढ़ते हैं कि पौलुस और सीलास ने एक ऐसे मनुष्य को जीवन में लाया जो कि मरने को तैयार था। മരണം മുമ്പിൽ നൃത്തം ചെയ്യുമ്പോഴും തന്നെ ജീവനിലേക്ക് നയിച്ച ആത്മീക നേതാക്കന്മാർ പൗലോസ്, ശീലാസ് തുടങ്ങിയവർ. जब मौत सामने हमारे उनकी उसके आंखों के सामने नाच रही थी, तब पौलुस और सीलास ने उस मनुष्य को जीवन की ओर लाया। രാവിലെ എത്ര പേർ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുന്നു? ആത്മീകരായ അഭിഷിക്തന്മാർ, നേതാക്കന്മാർ, ആത്മീകരായ ശുശ്രൂഷകന്മാർ, സഹോദരിമാർ, സഹോദരന്മാർ അനേകരെ ജീവനിലേക്ക് നയിക്കുന്നവരായിരിക്കണം. कितने लोग इन बातों को समझ सकते हैं कि जितने आत्मिक पिता और आत्मिकता में बुद्धिमान है, उन सबको ऐसी सामर्थ्य होनी चाहिए जो कि मृत्यु से किसी भी मनुष्य को जीवन की ओर ला सके। ശ്രദ്ധിക്കുക, അപ്പോൾ ആ മരിപ്പാൻ വേണ്ടി തുനിഞ്ഞ വ്യക്തിക്ക് ലഭിച്ച ഒരു ആത്മീക മഹോൾ, ആത്മീകമായ കൂട്ടായ്മയാണ് തന്നെ ജീവനിലേക്ക് നയിച്ചത്. तो उस मनुष्य को मृत्यु से जीवन के लाने की वो संगति, वो उसकी जो संगति, वो पर्यावरण था, वो आत्मिकता में था। രാവിലെ ആത്മാവിൽ പറയട്ടെ, ആമേൻ. നമ്മുടെ ഉള്ളിൽ ലഭിച്ച ആത്മിക ദർശനം അനേകരെ ജീവനിലേക്ക് നയിക്കട്ടെ. तो हमारे अंदर जो दर्शन हमें परमेश्वर ने दिया है, वो कई सालों को जीवन की ओर लाने पाए। യൂദാ ഇസ്കറിയോത്താവിന് ഇതുപോലെ ആത്മീക കൂട്ടായ്മ ലഭിക്കാത്തതുകൊണ്ട് താൻ മരണത്തിന് കീഴടങ്ങി. यहूदा इस्करियोती को इस तरह की आत्मिक संगति ना मिलने के कारण वो उसको अंधकार की ओर ले गई। എന്നാൽ റോമൻ ജയിലർ ആ കാരാഗ്രഹ പ്രമാണിക്ക് ലഭിച്ച അവസരം ആത്മീകരായ നേതാക്കന്മാരുടെ കൂടെ നിൽപ്പാൻ, ആത്മീകരായവരുടെ കൂടെ സംഗതി കൂട്ടായ്മയ്ക്ക് അവസരം ലഭിച്ചുകൊണ്ട് മരണം തോറ്റ് പിൻവാങ്ങി താനും കുടുംബവും രക്ഷിക്കപ്പെട്ട് വലിയൊരു ആത്മിക സഭയുടെ ഭാഗമായി, ആത്മിക ചരിത്രത്തിന്റെ ഭാഗമായ കുടുംബം മാറുകയായിരുന്നു. यहूदा भले अंधकार में चला गया, लेकिन हम देखते हैं वो दरोगा, वो फिलिप्पी का दरोगा अवसर को बहुमूल्य समझ करके, उस संगति को, महत्वता को समझ करके उसने अपने परिवार के साथ, उस परमेश्वर के साथ ही उन्हें कलीसिया का भाग होने का अवसर पाया। വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന വിശുദ്ധന്മാരും ദർശനം പ്രാപിച്ച ആത്മിക നേതാക്കന്മാരും കൂടെ നിൽക്കണമെന്നുള്ള വലിയ ബോധം ഇതിരാവിലെ ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് കൈമാറുകയാണ്. हमें परमेश्वर का आत्मा में कहता है कि ऐसे एक आत्मिक पिताओं के साथ हमें चलना चाहिए, जिनके नींव, जिनके पांव परमेश्वर के वचनों पे होनी चाहिए। നമുക്കറിയാം, റൂത്തിനെ കുറിച്ച് വായിക്കുമ്പോൾ വലിയ ആത്മിക ദർശനം ഉണ്ടായിരുന്ന നവോമിയുടെ കൂടെ ചേർന്ന് നിന്നതിനാലാണ് റൂത്ത് ദൈവസഭയുടെ അല്ലെങ്കിൽ കർത്താവിന്റെ
പ്രജയുടെ ദൈവജനത്തിന്റെ ഭാഗമായി മാറിയത്. रूथ के बारे में हम जानते हैं, रूथ एक ऐसी स्त्री थी जो कि बहुत ही आत्मिक दर्शन पाए हुई नवोमी के साथ उसने संगति की, इसीलिए वो परमेश्वर की कलीसिया में वो शामिल होने पाई। നമുക്കറിയാം ശലോമോന്റെ മകൻ രഹോബയാമിന്റെ ചരിത്രം അറിയാവുന്നവർക്കറിയാം. താൻ കൂടെ നിന്ന യുവാക്കന്മാരായ ഒരു കൂട്ടം ആളുകളാണ് ജനത്തെ തന്നിൽ നിന്ന് അകറ്റുവാനിടയായത്. हम जानते हैं सुलेमान का पुत्र को हम जानते हैं रहोबयाम, उसकी जो जवानों के साथ संगति थी उसी ने उसको परमेश्वर के उसके वचन से अलग कर दिया था। അതുകൊണ്ട് രാഷ്ട്രം രണ്ടായി മാറി. നമുക്കറിയാം രഹോബയാമിന്റെ കീഴിൽ കേവലം രണ്ട് ഗോത്രങ്ങൾ മാത്രം തന്റെ കീഴിൽ വരികയും രാജ്യത്തിന്റെ മുഴുഭാഗവും മറ്റൊരു വ്യക്തി യെരോബയാമിന്റെ കയ്യിലേക്ക് പോവുകയും ചെയ്തു. हम जानते हैं कि उसके बाद राज्य दो भागों में बढ़ गया। यहोबयाम के पास सिर्फ दो गोत्र बचे रहे, बाकी 10 गोत्र दूसरे भाग की ओर चले गए। ശ്രദ്ധിക്കണമേ, കാരണം എന്താണ്? തന്റെ കൂടെ നിന്ന ആത്മികരല്ലാത്ത യുവാക്കന്മാരുടെ സമൂഹം. इस बंटवारे के कारण यही था कि उसकी गिरावट का कारण यही था कि आत्मिकता की संगति की ओर उसने प्रभाव नहीं डाला। ഒരുപാട് ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. സംഗതി കൂട്ടായ്മയുടെ ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കാതെ ലോകപ്രകാരമുള്ള രീതിയിൽ കടന്നു പോയാൽ തകർന്നു പോയ ഒരുപാട് ആളുകൾ. पवित्र शास्त्र में ऐसे कई सारे उदाहरण दिए हुए जिन्होंने संगतियों को संगति की महत्वता को ना समझ करके संसारिकता की ओर जा करके अपने जीवन को नष्ट कर दिया था। നമുക്ക് കർത്താവിന് സ്തോത്രം പറയാമോ? ദൈവം എനിക്ക് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. प्रभु को धन्यवाद करें, प्रभु जी संगति देने के लिए धन्यवाद। നമുക്ക് നൽകിയ ഈ വലിയ പ്രാർത്ഥനാ സമൂഹത്തിനായി സ്തോത്രം പറയാം. हमें एक प्रार्थना पूर्वक एक संगति को दिया, इसलिए धन्यवाद ഒരു करते കൂട്ടം हैं। ആത്മിക നേതാക്കന്മാർ ആത്മിക ദർശനം പ്രാപിച്ചവർ ദൈവം നമുക്ക് കൂട്ടായ്മയ്ക്ക് വേണ്ടി നൽകിയല്ലോ. हम इन संगतियों में आत्मिकता के दर्शनों को पाए हुए लोगों के साथ बैठने का सौभाग्य मिला। അവർ നമ്മുടെ സഭകളെ നയിക്കുന്നവരോട് സ്തോത്രം പറയാം. वो हमारे सभाओं को, हमारी कलीसिया का नेतृत्व करते हैं, उनके लिए धन्यवाद। കർത്താവ് ഭാഗ്യം നൽകിയല്ലോ ഇപ്രകാരമുള്ള ആത്മീയ കൂട്ടായ്മയുടെ ഭാഗമായി മാറുവാൻ. प्रभु को धन्यवाद करें, प्रभु इस तरह हमें भाग्य मिला, हमारा सौभाग्य है कि हमें ऐसे लोग मिले हैं। യൂദായ്ക്ക് അവസരം ലഭിച്ചിട്ടും ദൈവസഭയുടെ പ്രധാനിയായി മാറുവാൻ അവസരമുണ്ടായിരുന്നിട്ടും അവസരം മുതലാക്കുവാൻ കഴിയാതിരുന്നതിന്റെ കാരണം ഇതായിരുന്നു. തന്റെ ചുറ്റുവട്ടം നിൽക്കുന്ന കൂടെ നിൽക്കുന്ന അന്ധന്മാരായ ആത്മീയ നേതാക്കന്മാർ. यहूदा इस्करियोती के पास अवसर होने के बाद भी एक ऐसा अवसर था जो कि कलीसिया की ओर उसको आगे और बढ़ा सकता था, एक कलीसिया का आत्मिक पिता वो बन सकता था, लेकिन उसकी गिरावट के पीछे कारण था कि उसकी संगति आत्मिक लोगों के साथ नहीं थी। എന്നാൽ റോമൻ ജയിലറുടെ അവസാന നിമിഷം തന്നെ മരണത്തിൽ നിന്ന് ദൈവസഭയിലേക്ക് നടത്തുവാൻ കാരണം പൗലോസും ശീലാഹും തുടങ്ങിയ ആത്മീകന്മാരായ നേതാക്കന്മാരുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടായിരുന്നു. लेकिन हम जानते हैं कि दरोगा, फिलिप्पी का दरोगा जो था, उसके मरने के समय वो मरने को तैयार था, तभी उसकी आत्मिक संगति ने उसको मृत्यु से जीवन की ओर लाया। സുവിശേഷത്തിന്റെ യാത്രകളിൽ പൗലോസിനെ ലോകത്തിന്റെ പല ഭാഗങ്ങൾ കൊണ്ടുപോവുകയും വലിയ സഭകൾ സ്ഥാപിക്കുവാനും കഷ്ടങ്ങളിലും പ്രതികൂലങ്ങളിലും തന്നെ നടത്തുവാൻ മുമ്പോട്ട് ജയത്തോടെ പോകുവാനും കാരണം എപ്പോഴും തന്റെ കൂടെ ആത്മികരായ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. पौलुस के ऐसा सामर्थ्य प्रभु का दास बन सका, दुनिया के हर एक कोनों में जाकर के उसने सुसमाचार को बांट सका, उसने कई सारे कलीसिया को स्थापित किया, कई सारे प्रार्थनाओं को चलाया। इन सब के पीछे एक बहुत बड़ा कारण था कि उसके साथ एक प्रार्थना करने वाले एक बहुत ही सामर्थ्य लोग एक समूह था। ആത്മികരായ വിശുദ്ധന്മാരുടെ കൂട്ടത്തിന് അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് വേദപുസ്തകം വലിയ പ്രാധാന്യം നൽകുന്നു. परमेश्वर का पुस्तक ये कहता है, ये बहुत ही महत्वपूर्ण एक महत्वता रखता है कि हमारी संगति कैसे लोगों के साथ रहती है। അന്ന് യൂദ പോലുള്ള ആളുകൾക്ക് പറ്റിയ അബദ്ധം അവർ സ്ഥാനവും മാനവും വലിയ ബിൽഡിങ്ങുകളും യെരൂശലേം ദേവാലയവും ന്യായപ്രമാണവും ആൾക്കൂട്ടവും കണ്ട് ആളുകളുടെ പുറകെ പോയത് കൊണ്ടാണ് മരണം സംഭവിക്കുന്നത്. തനിക്ക് यहूदा इस्करियोती के उसी की जैसे कई सारे लोग ऐसे उदाहरण दिए हुए हैं जो कि भौतिकता की ओर अपने प्रभाव डाल करके उन्होंने बड़े बड़े समूह को देखा, उन्हें ऐसी चीज देखी जो कि आत्मिकता से बिल्कुल अलग थी, उन्हीं उसी कारण वो गिरने पाए। എന്നാൽ ഒന്നുമില്ലാത്തവൻ നസ്രയൻ ആരുമില്ലാത്തവൻ എന്നെല്ലാം ലോകം വിധിയെഴുതിയിട്ടും ആത്മീയ ദർശനം ഉണ്ടായ കർത്താവിന് കൂടെ നടന്ന വിശുദ്ധന്മാരാണ് അവർ ലോകത്തെ കീഴ്മേലും മറിഞ്ഞ അഭിഷിക്തന്മാരായി മാറിയത്. लेकिन परमेश्वर का दर्शन पाया हुआ, इस धरती को, इस पृथ्वी को पाप से छुड़ाने वाला सामर्थ्य पाया हुआ यीशु
यीशु मसीह के साथ जो चलने वाले प्रभु के आत्मिक पिता थे, इन्होंने उस संगति को महत्वपूर्ण रखते हुए आगे बढ़ते ही गए। നാം കൂടെ നിൽക്കുന്ന ആത്മിക സഭയുടെ ആത്മിക വർധന വേണ്ടി നാം പ്രാർത്ഥിക്കണം. हमारे प्रार्थनाओं का ये विषय होना चाहिए कि हमारे संगति का हर एक जन आत्मिकता में बढ़ता ही जाए। ആമേൻ. നമ്മുടെ ആത്മിക പിതാക്കന്മാർ, ആത്മിക നേതാക്കന്മാർ അവർ അധികം ആത്മികരായി മാറട്ടെ. हमारे जो आत्मिक पिता है उन्हें वो आत्मिकता में और बढ़ते ही जाएं। വലിയ ദർശനങ്ങൾ പ്രാപിച്ചവരുടെ കൂട്ടമായി നമ്മുടെ സഭകൾ മാറട്ടെ. हमारी कलीसियाएं दर्शन पाने वाली होने पाए। വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി ആമേൻ നിൽക്കുന്ന ഒരു വലിയ കൂട്ടമായി നമ്മുടെ സഭകൾ മാറട്ടെ. हमारी कलीसिया में ऐसे लोग आने पाए जिनको परमेश्वर अपने उनके दर्शन देने पाए। ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാമോ? കർത്താവേ, ആമേ കടന്നു ഒരു യൂത പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് വേണ്ടി കർത്താവെ അവനെ ജീവങ്കിലേക്ക് നയിപ്പാനുള്ള ആത്മിക ദർശനം പ്രാപിച്ചവരായി നാം മാറട്ടെ. हमें परमेश्वर की एक ऐसा सामर्थ्य देता कि हमारी कलीसिया का एक भी युवक युवती विश्वास से पीछे न हटने पाए। കൂട്ടായ്മ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. हमारी संगति बहुत ही हमारी प्राथमिकता रखती है। ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നവർ, परमेश्वर का वचन को सुनाने वाले, ദർശനത്തെ കുറിച്ച് സംസാരിക്കുന്നവർ, दर्शन की बातें कहने वाले, ആത്മീക ദാൻ വരദാൻ, ആത്മീക ദർശനങ്ങളെ കുറിച്ച്, ആത്മീക കൃപാവരങ്ങളെ കുറിച്ച് സംസാരിക്കുന്നവർ, आत्मिकता के हुए दान दिए हुए वरदान के बारे में चर्चा करने वाले लोग, സ്വർഗീയ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നവർ, स्वर्गीय विषयों के बारे में बात करने वाले, വിശുദ്ധിയെ കുറിച്ച് സംസാരിക്കുന്നവർ, पवित्रता की ओर बात करने वाले लोग। ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാവിലെ മനസ്സിലാക്കണം, ഹല്ലേലൂയ, ദൈവ കൂട്ടായ്മയ്ക്ക് ദൈവം വലിയ പ്രാധാന്യം നൽകുന്നു. इन बातों को हम आज समझे कि परमेश्वर ने संगतियों को, समूहों को, हमारे दोस्ती यारी को बहुत ही महत्वपूर्ण प्रभाव किए डाला है। ആമേൻ. കർത്താവ് ഉദ്ദേശിക്കുന്നത് ഇതാണ്, നമ്മുടെ കൂട്ടായ്മകളിൽ ആമേൻ ജീവൻ വെളിപ്പെടട്ടെ. परमेश्वर यही चाहता है कि हमारी संगतियों में परमेश्वर का आत्मा और जीवन चहकने पाए। ആമേൻ. നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്ന ഉള്ളിൽ അന്ധകാര ശക്തികൾ മാറിയിട്ട് പിശാചിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞിട്ട് അവൻ ജീവന്റെ വക്താക്കളായി അവർ മാറ്റപ്പെടണം. जितने भी लोगों के जीवन में अंधकार है, शैतान है, मृत्यु है, हमारे संगतियों के चलते उनके जीवन से अंधकार निकलने पाए। നമ്മുടെ കൂട്ടായ്മകൾ ഒരുപാട് പൗലോസുമാരെയും പത്രോസുമാരെയും ജനിപ്പിക്കുന്ന കൂട്ടായ്മകളായി മാറട്ടെ. हमारे संगति ऐसी होने पाए जो कि कई सारे पौलुस और सिलास को बनाने पाए। ആമേൻ. നിരവധി ആമേൻ. നമ്മൾ ചിന്തിച്ചതുപോലെ യൂദാമാർക്ക് ജീവൻ കൊടുക്കുന്ന കൂട്ടായ്മകളായി നമ്മുടെ കൂട്ടായ്മകൾ മാറട്ടെ. कई सारे यहूदा इस्करियोती जैसे लोगों को जीवन में लाने का सामर्थ्य हमारे संगतियों में होना चाहिए। അനേക ജയിലർമാർ രക്ഷിക്കപ്പെടുന്ന ഇടങ്ങളായി നമ്മുടെ കൂട്ടായ്മകൾ മാറട്ടെ. हमारी संगति में ऐसी सामर्थ्य होने पाए जो कि कई सारे दरोगाओं को मृत्यु से वापस ला सके। ദൈവത്തിന്റെ പദ്ധതി ഇതാണ്. ആമേൻ. നമ്മുടെ കൂട്ടായ്മ നിമിത്തം ആളുകൾ ജീവൻ പ്രാപിക്കട്ടെ. परमेश्वर की यही बुलाहट है ताकि हमारी संगतियों के चलते अंधकार में फंसे हुए लोग जीवन में ला सके। പക്ഷെ യൂദയുടെ അവസാന നിമിഷം താൻ നിരാശയിലായി തനിക്ക് മനസ്സിലായി. ആമേൻ. താൻ ചെയ്തു വലിയ അപരാധമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആമേൻ ശരിയായ നേതൃത്വം നൽകാതെ, ലീഡ് ചെയ്യുവാൻ കഴിയാതെ അന്ധന്മാരായി നിന്ന ആത്മീകർ നടിക്കുന്ന ആളുകൾ നോക്കി നിൽക്കേ. നമുക്കറിയാം, ഹല്ലേലൂയ, ആമേൻ, താൻ ആത്മഹത്യ ചെയ്ത് ഒരു വലിയ ദുരന്തമായി മാറിയപ്പോൾ ഒരുപാട് പേരെ ക്രിസ്തുവേശിൽ ഒരുക്കുവാൻ പ്രാപ്തി നേടിയ പത്രോസും പൗലോസും ശീലാസും തുടങ്ങിയ അനേക ആളുകൾ നമുക്കറിയാം ദൈവസഭയുടെ ആമേൻ ശക്തന്മാരായ ആമേൻ ശുശ്രൂഷകന്മാരായി നിലകൊണ്ടു. हम जानते हैं कि यहूदा इस्करियोती अपने जीवन के आखिरी समय पर वो ऐसा एक समय आ गया था जब उसको पता चल गया था, इसको ये बोध हो गया था कि उसने पाप किया है, उसने यीशु मसीह के प्रति धोखा दिया है, लेकिन उसको सही रास्ते में ना लाकर उसे पश्चाताप को मनफिराव की ओर ना ला सकने वाला सामर्थ्य पाने वाले एक समूह के साथ उसने दोस्ती यारी की। वही उसके गिरावट का कारण बनने पाया। उसके प्रति जो परमेश्वर की बुलाहट थी कि पतरस और पौलुस और सिलास की पतरस यूहन्ना याकूब की तरह वो एकात्मिक पिता बन सकता था, लेकिन उसके गिरावट के पीछे उसके समूह का एक बहुत ही बड़ा प्राथमिकता थी। നമ്മുടെ എല്ലാം ലോക്കൽ ചർച്ചുകൾ തീർത്തും ആത്മീയരുടെ കൂട്ടായ്മകളായി മാറ്റപ്പെടട്ടെ. हमारे लोकल कलीसिया, हमारे स्थानीय कलीसिया है, वो सब एक बहुत ही आत्मिक संगतियों में बदलने पाए। നമ്മുടെ പ്രാർത്ഥന, ചെറിയ യോഗങ്ങൾ, കൂട്ടായ്മകളെല്ലാം ജീവൻ കൊടുക്കുന്ന സഭകളായി മാറട്ടെ. छोटे प्रार्थना की जो संगति होते हैं वो एक आत्मिकता को और जीवन को देने वाले बनने पाए। രാവിലെ എത്ര പേർ ആത്മാവിൽ സംസാരിക്കും? നിരവധി യൂദന്മാർ ആമേൻ അപ്പോസ്തലന്മാരായി മാറും. हम जानते हैं, हम इन बातों को समझें कि कई सारे यहूदा इस्करियोती पौलुस के तरह बनने पाए। നിരവധി ദരോഗമാർ ദൈവസഭയുടെ ഭാഗമായി മാറുവാൻ പോകുന്നു. कई सारे दरोगा हमारी कलीसिया का भाग होने वाले हैं। ദൈവത്തിന്റെ പദ്ധതി ഇതാണ്, നമ്മുടെ കൂട്ടായ്മ നിമിത്തം ആളുകൾ ജീവനിലേക്ക് കടന്നു വരണം. परमेश्वर की यही बुलाहट है कि हमारी संगति के चलते
लोग अंधकार से जीवन की ओर आए। നാവുമായി ചേർന്ന് നടക്കുന്നവർ, നാവുമായി സംഗതി നമ്മൾ കൂട്ടായ്മ കൂടുന്നവർ, നാം ഒരുമിച്ച് പാടി പ്രാർത്ഥിച്ചാരാധിക്കുന്ന വിശുദ്ധന്മാർ, ആമേൻ, നാളെ ദൈവസഭയുടെ ശക്തന്മാരായ നേതാക്കന്മാരായി മാറും. परमेश्वर की यही बुलाहट है कि हमारे साथ चलने वाले, हमारे साथ उठने बैठने वाले, हमारे साथ संगति करने वाले कल के दिनों में कलीसिया के आत्मिक पिता बनने वाले। ഇത് നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमें सहायता करे, കൂട്ടായ്മ ദൈവം ഉയർത്തട്ടെ, ഉണർത്തട്ടെ. हमारी संगतियों को परमेश्वर आत्मिकता में बढ़ाने पाए। നമ്മുടെ പിതാക്കന്മാരെ കർത്താവ് ആ രീതിയിൽ ദർശനത്തോടെ നടത്തട്ടെ. हमारे आत्मिक पिताओं को परमेश्वर उस दर्शन में चलाने पाए। നമ്മൾ നിശ്ചയമായും ദൈവസഭയുടെ അതിരുകൾ വിശാലമാകും. निश्चित रूप से परमेश्वर कलीसिया के जड़ बहुत जल्दी फैलने वाले हैं। ഫിലിപ്പിയിൽ ദൈവത്തിന്റെ സഭ വിശാലമാകും. फिलिप्पी में परमेश्वर की कलीसिया में विस्तार होगा। നിരവധി നിരാശയോടെ കഴിയുന്നവർ ജീവനിലേക്ക് മടങ്ങി വരും. कई सारे निराशा में बीते हुए दिनों के लोगों के दिन बहुत ही जल्दी अंधकार से जीवन की ओर आने वाले हैं। വലിയ ആത്മിക ഉത്തരവാദിത്തമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. परमेश्वर ने बहुत ही बड़ी आत्मिक जिम्मेदारी हमें दी है। ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകരുത്. एक व्यक्ति भी नष्ट ना होने पाए, ഒരു വ്യക്തി പോലും തകർന്നു പോകരുത്. एक भी व्यक्ति टूटने ना पाए। തകർന്ന കുടുംബങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും. टूटा और बिखरा हुआ परिवारों को हम जोड़ करके एक कलीसिया में लाए। നിരാശയുടെ ദിനങ്ങൾക്ക് അവസാനം ഉണ്ടാകും. निराशा के दिन का अंत हो। ആമേൻ. നിശ്ചയമായും ആമേ പിശാചിന്റെ കോട്ടകൾ തകരും. निश्चित रूप से शैतान के बंधन टूटेंगे। നമ്മുടെ സഭകളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ പരിശുദ്ധാത്മ ശക്തമായി വെളിപ്പെട്ട് വരട്ടെ. हमारी कलीसिया में पवित्र आत्मा की बहुत बड़ी उपस्थिति होगी। ആത്മാവിൽ നിറഞ്ഞ് മുമ്പോട്ട് പോകാം. आत्मा के साथ हम चलते रहेंगे। വലിയ വലിയ ആത്മിക പ്രവൃത്തികൾ നമ്മുടെ കൂട്ടായ്മകളിൽ വെളിപ്പെടട്ടെ. बहुत ही बड़ी आत्मिकता हमारे संगतियों से निकलने पाएगी। നിരവധി പൗലോസുമാർ ജനിക്കട്ടെ. बहुत सारे पौलुस हमारे संगतियों से उत्पन्न होंगे। ആത്മാവിൽ നിറഞ്ഞ ദർശനം കാണുന്ന പത്രോസുമാർ ദൈവസഭയിൽ എഴുന്നേൽക്കട്ടെ. आत्मा से भरे हुए पत्रस हमारे कलीसिया से निकलने पाए। ഇത് നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे, കൂട്ടായ്മയിൽ ജീവന വെളിപ്പെടട്ടെ. हमारे संगतियों से जीवन चहकने पाए। ഇത് നമ്മളെ സഹായിക്കട്ടെ. परमेश्वर में सामर्थ्य दे। God bless you all. प्रभु आप कोशिश करें, നമ്മളോട് പ്രാർത്ഥിക്കാം. आपस में प्रार्थना में याद रखें। ആമേൻ. आमीन ആമേൻ. आमीन।